ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കിച്ചണിൽ തന്നെ നിന്ന് വളരെ ഷോർട്ടായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതായത് വയറിന് വളരെ ഗുണകരമായൊരു ഡ്രിങ്കാണ്, പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പം ഞങ്ങൾ കിച്ചണിൽ തന്നെ വെച്ചത് ചെയ്തു. ഇവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ മകള് അത് പറഞ്ഞു, ഞാൻ ഓക്കെ അടിച്ചു. അപ്പം അതേ ഞങ്ങളുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡിയായി. ഞാനിവിടെ മകൾക്കും എൻ്റെ ഹസ്ബൻഡ് പപ്പയ്ക്കും ഉള്ളതാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു, ടേസ്റ്റ് ചെയ്തത് ഞാനാണ്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. തന്നെയല്ല, ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. യാതൊരു പ്രിസർവേറ്റീവും ഇല്ല. സ്വല്പം ഷുഗർ, പൈനാപ്പിള്, വെള്ളവും കൂടാതെ സ്വല്പം തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബ് ഇടാം. ഞാനിതിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. നല്ല വേനൽക്കാലമായതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ ഇപ്പം എല്ലാവർക്കും. അപ്പം ഇച്ചിരി തണുപ്പും കൂടെ കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് കരുതി. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോളണം, ഐസ് ക്യൂബ് ഇട്ട് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അധികം ഇരുത്തി കുടിക്കാൻ നോക്കാതെ വേഗം കുടിച്ച് തീർക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഐസ് അലുത്ത് പിന്നെ വെള്ളം ആയി കഴിയുമ്പോൾ ജ്യൂസിലേക്ക് വീണ്ടും അതിൻ്റെ വെള്ളാംശം ഇറങ്ങണത് കൊണ്ട് അല്ലാതെ കുടിക്കുന്നതായിരിക്കും കൂടുതലും നല്ലതാണ്. അപ്പം ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് റെഡിയാക്കി കഴിഞ്ഞാൽ ബാലൻസ് കുറച്ച് പൾപ്പ് ഇതിൻ്റെ ഉണ്ട്. നമ്മൾ മിക്സിയിൽ അടിച്ചാൽ ആ പൾപ്പ് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പം നമ്മൾ ബാക്കി ഇരിക്കുന്ന പൾപ്പ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയാന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് ഇനി കിച്ചണിലേക്ക് പോകണ്ട, കിച്ചണിൽ തന്നെ കളയാം. അപ്പം നമ്മളൊരു കുഞ്ഞു പൈനാപ്പിൾ മേടിച്ച്, നല്ല പഴുത്ത പൈനാപ്പിളാണ്, തൊണ്ട് ചെത്തി അത് നല്ല നീറ്റായിട്ട് ഇതേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു, ഇതേ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചു. ഒരു പൈനാപ്പിൾ ആട്ടോ, ചെറിയ പൈനാപ്പിളായിരുന്നു. ഇനി നമുക്ക് അതിൽ ഷുഗർ ചേർത്ത് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് ആദ്യം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അത് ശരി, പൊടിക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. പിന്നെ നമുക്ക് അതിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയിലേക്ക് ഇത് ഇടട്ടെ. ഒന്നിച്ചിടാവോന്ന് അമ്മയെന്ന് നോക്കട്ടെ കേട്ടോ, വലിയ ബൗൾ ആയതുകൊണ്ട്. നോക്കിക്കോട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ടിടാം. ഒന്നിച്ചിടാൻ കൊച്ചേ. ഇത് ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കണ എന്തോരാന്ന് കാണിച്ചു കൊടുക്കാം. ഈ സ്പൂണിന് മധുരം ഓരോരുത്തരുടെ ടേസ്റ്റിനാണെങ്കിലും ഞാൻ തൽക്കാലം ഒരു 4 സ്പൂൺ ചേർക്കണുണ്ട്. പിന്നെ നമ്മൾ ജ്യൂസ് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മധുരം ചേർക്കണം. ഇതിന് 4 സ്പൂൺ കൂമ്പനെ ഇപ്പം ചേർക്കണുണ്ട് കേട്ടോ. 4 സ്പൂൺ. പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്താൽ മതി. ഇനി സ്വല്പം വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്തോരം വെള്ളം ചേർക്കണമെന്ന്. പൊടിക്ക് മതി. നമ്മൾ മിക്സിയിൽ അടിക്കുന്നത് കൊണ്ടില്ലേ സ്വല്പം വെള്ളം എന്തായാലും ചേർത്തില്ലെങ്കിൽ അതൊന്ന് കറങ്ങി കിട്ടൂല. അതിനാ വെള്ളം ചേർക്കണം. കാണാമോ, അതെ ഈ കുഞ്ഞ് കപ്പിൽ ഇത് അരക്കപ്പ. സ്വല്പം നമ്മൾ ഉറയൊഴിക്കാനൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന കപ്പായിരുന്നു. ഉറ എടുത്ത് വെക്കാം. ഇനി ഞാൻ അടിക്കട്ടെ എന്നാ. അടിച്ചോ മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാട്ടോ. ഇനി നമ്മളിത് മിക്സി അടിച്ച് ജ്യൂസ് ആക്കി കൊണ്ടുവന്ന് തുറക്കാം. പാത്രത്തിലേക്ക് ഒഴിക്കുവാട്ടോ ഈ ജ്യൂസ്. സിറപ്പ് കൊഴുപ്പുള്ള സിറപ്പ്. ഒഴിക്കട്ടെ? ഒഴിച്ചോ. അടിപൊളി, നല്ല കൊഴുപ്പുണ്ട്. ഇനി നമ്മള് വെള്ളം ചേർത്ത് മിക്സ് ആക്കണം. കറക്റ്റ് അല്ലേ? അതെ, പാത്രത്തില് കണ്ട്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് ഇതിന്. നമ്മൾ ജ്യൂസ് അടിച്ച് കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയും പൈനാപ്പിളും സ്ഥിരം നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ ഈ സിറപ്പ് നമ്മൾ ആവശ്യത്തിന് ഇപ്പം ജ്യൂസ് അടിക്കണുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി വെച്ചേച്ച് ബാക്കിയുള്ളത് അടപ്പുള്ള കണ്ടെയ്നറിലാക്കി നമ്മൾ അടച്ച് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ പ്രിസർവേറ്റീവ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഒരു 8-10 ദിവസം കേടാവാതെ ഇരിക്കും. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ചേർത്തേക്കണോണ്ട് പുളിച്ചും പോകില്ല. അപ്പം നമുക്ക് ഇത് ഓരോ ഗ്ലാസ് ഇപ്പം ജ്യൂസിന് ആവശ്യമെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിന് ഉൾക്കൊള്ളാൻ എന്തോരം എടുക്കണ്ടേന്ന് കാണിച്ചു കൊടുക്കാം. അതെടുത്ത് വെച്ച് വെള്ളവും അതിന് പാകത്തിനുള്ള പഞ്ചസാരയും സ്വല്പം തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബ് ഇടാം. ഇട്ട്
ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാൻ എടുക്കാം. അപ്പൊ അത് എങ്ങനെയാ കുടിക്കാൻ എടുക്കണമെന്ന് ഞാൻ ലൈവ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ ഫ്രീസറിട്ട് വെക്കണം. നാളെ കുടിക്കുവോ മറ്റന്നാൾ കുടിക്കുവോ. ഇപ്പൊ ആരെങ്കിലും ഒരാൾ വരുമ്പോ പെട്ടെന്ന് അയ്യോ വേറെ നാരങ്ങയൊന്നും ഇരിപ്പില്ലെങ്കിൽ നമുക്ക് ജ്യൂസ് കൊടുക്കണമെങ്കിൽ ഇതിന്റെ പൾപ്പ് ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ചേർത്ത് ഇളക്കി പാകത്തിന് ഷുഗർ ആക്കണം. ഇപ്പൊ അടിക്കുമ്പോ ചേർക്കുന്ന ഷുഗർ അമ്മ പറഞ്ഞില്ലേ പുളിച്ചു പോവാതിരിക്കാനാ. മനസ്സിലായോ? നമ്മള് മാങ്ങ ഇങ്ങനെ ചെയ്ത് പൾപ്പ് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുമോ? അത് നമുക്കിത് അറേഞ്ച് ചെയ്യാം. എന്നാ എടുക്കട്ടെ ഗ്ലാസ്സുകളൊക്കെ. ഇനി നമ്മൾ ജ്യൂസ് റെഡിയാക്കാം. അതിന് വേണ്ടി ഐസ് ക്യൂബ് ആദ്യം ഗ്ലാസ്സിലിട്ട് കൊടുക്കാം കേട്ടോ. 2 മതിയോ 3 വേണോ? 3 കിടന്നോട്ടെ, നല്ല ചൂടൊക്കെ അല്ലേ. പിന്നെ തണുത്ത വെള്ളം ഒഴിക്കണേ. 3 ഇട്ടേക്കാം അല്ലേ? ഇട്ടോ. ഐസ് കൂൾഡ് പൈനാപ്പിൾ ഡ്രിങ്ക്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഗ്ലാസ്സിൽ ഈ കുഞ്ഞു കപ്പിൽ ഒരു കപ്പ് ഒഴിക്കും ഞാൻ. കണ്ട? അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണം. അതിന്റെ അളവാ ഞാൻ കാണിച്ചത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തണുത്ത വെള്ളം. നോർമൽ വാട്ടർ ഒഴിക്കണ്ടേ? നോർമൽ വാട്ടർ വേണ്ട. എന്നാന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് നീ പറഞ്ഞില്ലേ തണുപ്പിരുന്നോട്ടെ. അപ്പയ്ക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് നോർമൽ ഒഴിച്ച് വെച്ച് തണുപ്പ് ഒഴിച്ചാൽ മതി. അപ്പയ്ക്ക് അധികം തണുപ്പ് ഇഷ്ടപ്പെടൂല. അത് ശരി. അടിപൊളിയാണല്ലോ. കണ്ടോ? ഡ്രിങ്ക. ഇനി നമ്മളെ മിക്സ് ആക്കണം. ഇളക്കി. നല്ല രസമല്ലേ? പിന്നെ അടിപൊളി. മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ. മധുരം ഉണ്ട്. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിക്കാൻ പോവാട്ടോ. അതെ ഒഴിച്ചോ. അടിപൊളി. കണ്ടോ? കൊഴുപ്പ് കണ്ടോ മോനെ? അതെ. ഇനി നമ്മൾ ഇതിലേക്ക് സ്വല്പം നോർമൽ വാട്ടർ ഒഴിക്കാം. അപ്പം പറയും ഭയങ്കര തണുപ്പാന്നല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാക്കണോണ്ട്. അതെ സ്വല്പം. പിന്നെ നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കാം. പോരെ? മിക്സ് ആക്കുക മൊത്തത്തില്. മറ്റേ കൈ കൊണ്ട് ഇളക്ക്. കൈ വശയില്ലെന്നിട്ടത് കൈയില്ലേ. മിക്സായി. നല്ല രസമല്ലേ? പിന്നെ ഒരു ഇതെന്നാന്നറിയാമോ? പൈനാപ്പിൾ ആകുമ്പോൾ വയറിന് എപ്പോഴും നല്ലതാണ്. വയറിന്. ഇനി ട്രേയിലേക്ക് വെക്കട്ടെ. എന്നാ ഒരു മിനിറ്റ് വീഡിയോ എടുക്കട്ടെ. നമ്മൾ ജ്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സിറപ്പായതാണ് മിക്സിയിൽ അടിച്ച് ആ സിറപ്പ് ഇനി അമ്മ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ച് അടച്ച് ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് ഉള്ള സമയത്ത് അത് പുറത്തെടുത്തേച്ച് അമ്മ കാണിച്ച് ആ ക്വാണ്ടിറ്റി ആ കപ്പിലെടുത്തേച്ച് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ പകർന്ന് വെള്ളവും ചേർത്ത് അത് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ സ്വല്പം ഷുഗറും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് കല്ലച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമുക്കത് മൊത്തം മിക്സ് ആവാൻ വേണ്ടി മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പം അടിച്ച് ഉടനെ എടുക്കുവാണെങ്കിൽ നമ്മൾ മിക്സിയിൽ കറക്കണ്ട, സിറപ്പ് തന്നെ ആയിട്ട് ഇരിക്കുമല്ലേ. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ അത് കട്ടയായി പോകും. അപ്പൊ എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അത് ഒരു 8-10 ദിവസം ഇത് കേടുകൂടാതെ ഇരുന്നോളും. മാങ്ങയുടെ ആകുമ്പോൾ കൂടുതൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചു വെക്കണോണ്ട് 2-3 മാസം കേടുകൂടാതെ ഇരിക്കും. ഇത് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചത് കൊണ്ട് ഒരു 5-6 ദിവസത്തേക്ക്, ഒരു 10 ദിവസത്തിൽ കൂടുതൽ ഇരിക്കും. ഇതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ചല്ലേ ഉള്ളൂ. ഇതിപ്പോ നാളെ അങ്ങോട്ട് തീരും. നമുക്ക് ചൂടല്ലേ. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വയറിനും വളരെ നല്ലതല്ലേ പൈനാപ്പിൾ ആവുമ്പോ. എന്നിട്ട് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. അല്ലേ? അറിയിക്കുക. മമ്മ എനിക്കൊരു ഗ്ലാസ് തരുമോ? ഞാൻ നോക്കട്ടെ. തരാൻ സൂക്ഷിച്ചു പിടിച്ചോളണം. നല്ല തണുപ്പുണ്ട്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു രസമല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വെറൈറ്റി ഡിഷസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി mommas.kitchen65 ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും